ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവനെയാണ്. ജീവൻ നിത്യയെ കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. വിസിറ്റർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതി കാണുമല്ലേ നിങ്ങളെ കാണാൻ വീണയാണ് വന്നിരിക്കുന്നതെന്ന്. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നടന്ന ദിവസമാ. അപ്പോൾ ഞാൻ കരുതി നിങ്ങളോട് ഞാൻ തന്നെ വന്ന് നേരിട്ട് കാര്യങ്ങൾ പറയാമെന്ന്. ഇന്ന് ഹരിക്ക് അവാർഡ് കിട്ടിയതിന്റെ അനുമോദന ചടങ്ങായിരുന്നു. ആ വേദിയിൽ വെച്ച് പത്രക്കാരുടെയും മീഡിയക്കാരുടെയും മുന്നിൽ വെച്ച് ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ഹരിയെ ഇഷ്ടമാണെന്ന്. ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് ഹരിയോടൊപ്പമാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത് കേൾക്കുന്ന ജീവൻ ദേഷ്യത്തോടെ അലറുമ്പോ നിത്യ പറയുകയാണ്, നിങ്ങൾ അലറിക്കോ, നിങ്ങളുടെ അലർച്ച കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ ഇപ്പോഴും നിയമപരമായി എന്റെ ഭാര്യ തന്നെയാ, പിന്നെ എങ്ങനെയാ നിനക്ക് അവന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ ചിരിച്ചുകൊണ്ട് നിത്യയെ നോക്കുമ്പോ നിത്യ ചോദിക്കുകയാണ്, താനെന്താ കാലം മാറിയതൊന്നും അറിഞ്ഞില്ലേ? നിയമപ്രകാരം ഞാൻ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓലപ്പാമ്പ് കാണിച്ച് താൻ എന്നെ ഇനി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഇപ്പൊ ഈ സമൂഹത്തിലെ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാം, ആരും ചോദ്യം ചെയ്യാനൊന്നും വരില്ല. എന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ മറ്റൊരാളെ പ്രണയിക്കുന്നതേ തന്നെ കുത്തി നോവിക്കാൻ വേണ്ടി തന്നെയാണോ? ഇത്രയും കാലം ഞാൻ നരകത്തിലായിരുന്നു, ഇനിയേ നിത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസങ്ങളാണ്. പിന്നെ നമ്മൾ തമ്മിലുള്ള വാക്കിന്റെ കാര്യം താനങ്ങ് മറക്കണ്ട. എനിക്ക് തന്നെ നേരിൽ കാണണമെന്ന്. അത് തനിക്ക് എന്നെ കൊല്ലാൻ വേണ്ടിയല്ല, എനിക്ക് തന്നെ ചിലതൊക്കെ ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നിത്യ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹരിയും നിത്യയും കൂടി തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ്. എനിക്ക് അയാളെ ഇന്ന് തന്നെ കാണണമായിരുന്നു ഹരി, അതുകൊണ്ടാ ഞാൻ നേരത്തെ തന്നെ അനുവാദം വാങ്ങി വെക്കാൻ പറഞ്ഞത്. എനിക്ക് ഹരിയെ ഇഷ്ടമാണെന്നും എന്റെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഞാൻ ജീവിക്കാൻ പോവുകയാണെന്നും ഞാൻ ചെന്ന് അയാളോട് പറഞ്ഞു. ഇനിയുള്ള ഓരോ ദിവസവും അയാള് ഇതോർത്ത് നീറി നീറി വേണം ജീവിക്കാൻ. ഒരു ദിവസം തന്നെ നല്ല രണ്ട് കാര്യങ്ങളാ ഇയാൾ ചെയ്തത്. തുടർന്ന് പ്രണയം തുറന്നു പറഞ്ഞതിന് നിത്യയോട് നന്ദി പറയുകയാണ് ഹരി. അങ്ങനെ ഹരിയും നിത്യയും വീട്ടിലെത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. എങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിത്യ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഹരി ചോദിക്കുകയാണ്, ഇനിയും രണ്ട് വീട്ടിലായിട്ട് കഴിയേണ്ട കാര്യമുണ്ടോ? പൂർണ്ണമായും എന്റേതാകാനായി എന്റെ കൂടെ വന്നൂടെ എന്ന് ഹരി ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഹരിയെ കെട്ടിപ്പിടിക്കുകയാണ് നിത്യ. അങ്ങനെ ഹരിയും നിത്യയും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് സുജാതയും രഘുവും കൂടി മുകളിലേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ അവർ നോക്കി നിൽക്കുന്ന രഘുവിനെയും സുജാതയുമാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ശരവണനും അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ശരവണൻ നിൽക്കുമ്പോൾ കാർപോർച്ചിലെ ലൈറ്റ് ഇടുകയാണ് രാമകൃഷ്ണൻ. പെട്ടെന്ന് തന്നെ ഹരി നിത്യയും കൂടി അകന്നു മാറുമ്പോ അവിടെ നിൽക്കട എന്ന് ഉറക്കെ പറയുകയാണ് രാമകൃഷ്ണൻ. അങ്ങനെ ഹരി നിത്യയും കൂടി ചമ്മലോടെ തല കുനിച്ചു നിൽക്കുമ്പോ രാമകൃഷ്ണൻ പറയുകയാണ്, രണ്ടിന്റെയും എത്ര നാളായിട്ടുള്ള കാത്തിരിപ്പാ, മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ട് നടന്നോളും. സുജാതെ, ഇനി ഇവരെ ഇങ്ങനെ വിടുന്നത് ശരിയാണോ? രണ്ടുപേരെയും കൂടി നമുക്ക് ഒന്നിപ്പിക്കണ്ടേ? ഇനി നമ്മൾ എന്തിനാ രാമകൃഷ്ണേട്ടാ ഇവരെ ഒന്നിപ്പിക്കുന്നത്? ഇവരെപ്പോഴേ ഒന്നിച്ചു കഴിഞ്ഞതാ. അല്ല, അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി എവിടേക്ക് പോയതായിരുന്നെന്ന് സുജാത ചോദിക്കുന്നു. അമ്മേ, ഞങ്ങൾ ജയിലിൽ പോയി ജീവനെ കാണാനായിട്ട്. പഴയതൊക്കെ ഞാൻ മറന്നെന്നും ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഹരി എന്റെ ഒപ്പം എന്നും ഉണ്ടാകുമെന്നും ഞാൻ ചെന്ന് പറഞ്ഞു. മോളെ, അത് മോള് കാണിച്ച ചങ്കൂറ്റം തന്നെയാ, അതിനാ കൈ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നിത്യക്ക് കൈ കൊടുക്കുകയാണ് രാമകൃഷ്ണൻ. അല്ല, ഇനി എന്താ തീരുമാനമെന്ന് രാമകൃഷ്ണൻ ചോദിക്കുമ്പോ ഇനി എന്ത് തീരുമാനിക്കാനാണെന്നും ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ ഇവളെ ഇവന് നൽകുകയാണെന്നും പറഞ്ഞുകൊണ്ട് നിത്യയെ ജീവന്റെ അടുത്തേക്ക് തള്ളിയിടുകയാണ് സുജാത. അതേസമയം തന്നെ കല്യാണിയും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിവന്ന് രണ്ടുപേരുടെയും തല പരസ്പരം മുട്ടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വീണയെയാണ്. ആ പ്രൊഡ്യൂസർ വീണയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഇപ്പോഴും നീ എന്റെ വല പൊട്ടിക്കാൻ നോക്കിയാൽ ഇങ്ങനെ നിന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇടാനല്ലേ എന്നെ കൊണ്ട് പറ്റൂ. നീ എന്താ കരുതിയത് എപ്പോഴും എന്നെ പറ്റിച്ച് കടന്നു കളയാമെന്നോ? അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാമെന്നോ? സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, എനിക്ക് സാറിനോട് ഒരു വിരോധവുമില്ലെന്ന് വീണ പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുകയാണ്, നിന്റെ അച്ഛൻ നിനക്ക് ഓഹരി തന്നില്ല, പക്ഷേ നിന്നെ ഞാനിവിടെ പിടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞ് ചോദിച്ചാലേ എന്റെ അച്ഛൻ ഈ മേശപ്പുറത്ത് പണം കൊണ്ടുവെക്കും. ഇത് കേൾക്കുന്ന വീണ നിസ്സഹായ അവസ്ഥയിൽ ആ പ്രൊഡ്യൂസറെ നോക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.